ഇവിടെ കലോത്സവ നഗരിയിൽ ഒരു പ്രത്യേക കാഴ്ച ഞങ്ങൾ കണ്ടു. SPC ഇവിടെ ഒരു ചായക്കട ഒരുക്കിയിട്ടുണ്ട്. ചായക്കടയിൽ കുറെ വ്യത്യസ്ത തരമായ വിഭവങ്ങളോടൊപ്പം ഇവരുടെ മനസ്സിൽ അതിന് ഒരു ലക്ഷ്യം കൂടെയുണ്ട്, ഈ ഒരു ചായക്കട നടത്താൻ വേണ്ടിയിട്ട്. അവരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ഇവിടുത്തെ ചായ? നമ്മുടെ മക്കള് അവരുടെ ഒരു ചെറിയ സംരംഭത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചായക്കട നടത്തുന്നത്. അപ്പൊ എങ്ങനെയുണ്ട്? രുചികരമാണോ? രുചികരം, അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എന്താണ് കഴിച്ചേ? കപ്പ. കപ്പയാണ് കഴിച്ചത്. കപ്പയും ചമ്മന്തിയും, അങ്ങനെ പലതരം വിഭവങ്ങളാണ്. ഇത് നമുക്ക് SPCന്റെ ഈ കുട്ടികളോട് തന്നെ ചോദിച്ചാലോ? എന്താണ് നിങ്ങളുടെ ഈ ഒരു ചായക്കട, ഈ ജില്ലാ കലോത്സവത്തിൽ ഇങ്ങനെയൊരു ചായക്കട നടത്താൻ വേണ്ടി ഒരു ഉദ്ദേശം? ഞങ്ങൾ കേട്ടു സൈക്കിൾ വെക്കാൻ നമുക്ക് സൗകര്യമില്ല, അപ്പോ അതിന്റെ ഒരു തുടങ്ങണമെന്നുണ്ട്. അങ്ങനെയാണോ? എന്താണ്? സൈക്കിൾ ഷെഡ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇരുന്ന് കിട്ടുന്ന പൈസ ഉപയോഗിച്ചിട്ട് സൈക്കിൾ ഷെഡ് തുടങ്ങാൻ വേണ്ടിയിട്ട്. സൈക്കിൾ ഷെഡ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പലഹാരങ്ങളൊക്കെ ആരാണ് ഉണ്ടാക്കി തരുന്നത്? പാരന്റ്സ് ആക്കിക്കൊണ്ടുവരും. പാരന്റ്സ് ഉണ്ടാക്കി, ഇത്രയും സാധനങ്ങൾ പാരന്റ്സ് ഉണ്ടാക്കി തരും ഓരോ വീട്ടിൽ നിന്നും? ഓക്കെ. പാരന്റ്സ് വന്നിട്ട്, പാരന്റ്സ് ഇവിടെ ഹെൽപ്പ് ചെയ്യാനും നിൽക്കുന്നുണ്ടോ? പാരന്റ് ഉണ്ടോ? ഓ, പാരന്റ് തന്നെയാണ് എന്റെ ബാക്കിൽ നിൽക്കുന്നത്. അപ്പം എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ ഈ ഒരു സംരംഭത്തെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാണ്ട് വയ്യ. അപ്പം എങ്ങനെയാണ് ഈ രാവിലെ എണീറ്റ് ഈ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത? വന്ന് കപ്പ ഉണ്ടാക്കി കൊടുത്തതാണ്. എല്ലാവരും പറയുന്നു നല്ല ടേസ്റ്റ് ആണെന്ന്. വീട്ടിലും ഇങ്ങനെ തന്നെയാണോ? കുക്കിംഗ് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു വലിയൊരു ഉദ്യമത്തിനാണ് അവർ തുടക്കം കുറിക്കുന്നത്. അവരാൽ കഴിയുന്ന പോലെ ആ ഒരു സൈക്കിൾ ഷെഡിന് വേണ്ടിയിട്ട് അവരാൽ കഴിയുന്ന പോലെ അവര് വിഭവങ്ങൾ ഒരുക്കി അത് വിറ്റ് കിട്ടുന്ന കാശ് സൈക്കിൾ വെക്കാനുള്ള ഒരു ഷെഡ് ആക്കാനാണ് അവരുടെ തീരുമാനം. അപ്പൊ നമ്മുടെ ഈ രുചികരമായ വിഭവങ്ങളാണ് ഈ ഒരു തട്ടിൽ നമ്മൾ കാണുന്നത്. 3 തട്ടിലായി പലതരം വിഭവങ്ങളാണുള്ളത്. കപ്പയുണ്ട്, അതുപോലെ തന്നെ ഇതിനെന്താ പറയാ, കൊഴക്കട്ടയുണ്ട്, അടയുണ്ട്, അങ്ങനെ പലതരം വിഭവങ്ങളാൽ സമൃദ്ധമാണ് ഇവിടം. അപ്പൊ എല്ലാവരും വന്ന് കഴിക്കാൻ നമ്മുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ക്യാമറാമാൻ ബാലകൃഷ്ണൻ പാലക്കിയോടൊപ്പം വിഭിഷ വനിൽ, സിറ്റി ന്യൂസ്, കാഞ്ഞങ്ങാട്.